ഈ വീഡിയോയിൽ ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക, മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള അപ്ഡേറ്റുകൾ നമ്മൾ തുടരെ ഇപ്പം ഈ ആഴ്ചകളിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാൻ്റെ ഉള്ളിൽ നടത്തിയ ആക്രമണങ്ങൾ 2-3 കീ സ്പോട്ടുകൾ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. പലർക്കും ഡൗട്ടുണ്ട്, ഈ അമേരിക്കയുടെ വാർഷിപ്പുകളെല്ലാം തന്നെ ഇന്ത്യൻ ഓഷൻ അതേപോലെ കുറച്ച് ദൂരെയാണ്, ഡിസ്റ്റൻസിലാണ് ഡോക്ക് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും വാർഷിപ്പുകൾ അങ്ങനെ യുദ്ധം നടക്കുന്ന അല്ലെങ്കിൽ ആക്രമണം നടത്താൻ പോകുന്ന രാജ്യത്തിൻ്റെ തൊട്ടടുത്തുകൊണ്ട് ആരും തന്നെ ഡോക്ക് ചെയ്യില്ല, കാരണം തിരിച്ചടി കിട്ടും. അതും പോയിട്ട് ഇത് കുറച്ച് ദൂരെ തന്നെയാണ് നിർത്തുന്നത്. അവരുടെ കയ്യിലുള്ള മിസൈലിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് എത്ര ദൂരം അത് സഞ്ചരിക്കും എന്നുള്ള പഠനങ്ങൾ എല്ലാം നടത്തിയിട്ട് തന്നെയാണ് അവർ ആ ദൂരപരിധിക്കുള്ളിൽ മാക്സിമം ഡിസ്റ്റൻസിലായിരിക്കും അവർ ഡോക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ആങ്കർ ചെയ്യുന്നത്. ആ ലൊക്കേഷൻ GPS ഉൾപ്പെടെ എല്ലാം ഹൈഡ് ചെയ്തിട്ടായിരിക്കും അവർ നിർത്തിവെച്ചിരിക്കുക. എന്നിട്ടാണ് ആക്രമണങ്ങൾ നടത്തുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ തിരിച്ചടി കിട്ടത്തില്ലേ? ഇതൊക്കെ യുദ്ധത്തിന്റെ തന്ത്രങ്ങളാണ്. അല്ല, അവിടെ പോയിട്ട് അമേരിക്ക ഇറാന്റെ അടുത്ത് പോയില്ല, അടുത്ത് പോയെങ്കിൽ കപ്പൽ മുങ്ങും, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര ദൂരം ഉണ്ടെങ്കിലും 2000-2500 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഒക്കെ ആക്രമണം നടത്താനുള്ള ബാലിസ്റ്റിക് മിസൈൽ കപ്പാസിറ്റിയുമായിട്ടിരിക്കുന്ന ഇറാന് എന്തുകൊണ്ട് അമേരിക്കയുടെ ഒരു ഷിപ്പിനെ പോലും ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നില്ല? കാരണം പറ്റത്തില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. 1700 ലേസർ ഗൈഡഡ് മിസൈലുകളുമായിട്ട് അമേരിക്ക റെഡി ആയിരിക്കുകയാണ്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരിയുടെ ഒരു ഹൈലൈറ്റ് മൊമെന്റ് ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്ട്രേറ്റ് ഓഫ് ഹോർമോസിനെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്പറേഷൻ നടത്താൻ പോകുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിന് മുന്നേ തന്നെ ബഷരീർ എന്ന് പറഞ്ഞ ഇറാന്റെ ആ ഒരു പോർട്ട് അടിച്ച് തകർത്ത് ചിന്നാഭിന്നമാക്കിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് ഉയർന്നു വരുന്ന പുക എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടു നീക്കാൻ പറ്റത്തില്ല, അത്തരത്തിലാണ്. അവിടെ ശരിക്കും ബങ്കർ ബസ്റ്റർ ഉപയോഗിച്ചു എന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. ബഷരീർ എന്ന് പറഞ്ഞ ആ പോർട്ടിൽ ഇറാന്റെ വാർഷിപ്പുകളും ഉണ്ടായിരുന്നു. 2 വാർഷിപ്പുകൾ ഉണ്ടായിരുന്നുള്ള വാർത്ത വരുന്നുണ്ട്. പക്ഷെ കൺഫേം അല്ല, കാരണം ഇത്രത്തോളം പുക നിറഞ്ഞിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല എന്താണ് സംഭവിച്ചെന്നുള്ളത്. അത്തരത്തിൽ ബഷരീർ എന്ന് പറഞ്ഞ പോർട്ട് ഇനി ഉപയോഗശൂന്യമാണ്. ആ സ്ഥലത്ത് ഇനി ഒരു രീതിയിലുള്ള ഫെസിലിറ്റീസും റിക്കവർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ആക്രമണമാണ് നടത്തിയിരിക്കുന്നത്. ഇത് അമേരിക്കയും ഇസ്രായേലും ജോയിന്റ് ആയിട്ട് തന്നെയാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. മാസീവായിട്ടുള്ള ആക്രമണം. ഇത്രയും നാളും ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിലുള്ള ഏരിയയിൽ അമേരിക്ക നടത്തിയ ആക്രമണം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാസീവായിട്ടുള്ള ഒരു ആക്രമണം. ഇതിന് തൊട്ടു പുറകില് മിസൈൽ അതുപോലെ വെപ്പൺ സ്റ്റോറേജ് ഗോഡൌൺ ഉണ്ടായിരുന്നു എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ആ ഗോഡൌണെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ബങ്കർ ബസ്റ്റർ ഉപയോഗിച്ചത് എന്നുള്ള വാർത്തയാണ് വരുന്നത്. ഞാനിവിടെ വീഡിയോ ഫൂട്ടേജ് ആഡ് ചെയ്യുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അത്തരത്തിലുള്ള മാസീവായിട്ടുള്ള അറ്റാക്ക്. يو ابو الفرد اوف يو ابو الفرد وصل فوق അതുപോലെ തന്നെ സാൻഡജ് എന്ന് പറഞ്ഞുള്ള സ്ഥലം, ഈ സാൻഡജ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇമാം അലി മിലിറ്ററി ബേസ് ഉണ്ട്. അവിടെ എയർ ബേസും കൂടിയാണ്. ഈ ബേസ് ഇനി ഉപയോഗശൂന്യമാണ്. ഇതുകൊണ്ട് ഒരു പ്രയോജനവും ഇറാനില്ല. അത്തരത്തിലാണ് അവിടെ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഈ ഇമാം അലി മിലിറ്ററി ബേസിന്റെ തൊട്ടുപുറകിൽ അൽ ജസീറയുടെ ഒരു ഓഫീസും കൂടി ഉണ്ടായിരുന്നു എന്നാണ് കേൾക്കുന്നത്. ഈ അൽ ജസീറ ഓഫീസും ആക്രമണത്തിന് വിധേയരായിട്ടുണ്ട്. ഇറാനിലെ ആസാദി സ്ക്വയർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. മെയിൻ ആയിട്ടുള്ള ലൊക്കേഷനാണ് അത്. എല്ലാവർക്കും ഈ ഒരു മോണുമെന്റ് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു സെൻട്രൽ സ്ക്വയർ ഏരിയയിൽ IRGCയുടെ മൊക്കദാദ് ബേസ് എന്ന് പറഞ്ഞ ഒരു ബേസ് അടിച്ച് തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ. അതുപോലെ തെഹ്റാനിൽ തന്നെയുള്ള ഒരു മിസൈൽ ഫാക്ടറിയാണ് ഇവിടെ നിന്ന് കത്തുന്നത്. പൊഹഞ്ഞ് ഇല്ലാണ്ടായിരിക്കുകയാണ്. അത്തരത്തിലാണ് ആക്രമണം. ഖർജ് എന്ന് പറഞ്ഞ സ്ഥലം, ഈ ഖർജ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ ബസിജി
ഹെഡ് ക്വാർട്ടേഴ്സ്, ഈ ബസ്ജി എന്ന് പറയുന്നത് ഇറാൻ്റെ ഉള്ളിലുള്ള പോലീസ് സെക്യൂരിറ്റി സംവിധാനം പോലത്തെ ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്. അവിടെ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരുന്നു. ആ ഹെഡ് ക്വാർട്ടേഴ്സ് തന്നെ കൃത്യമായിട്ട് ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ. അതുപോലെ നറ്റാൻസ് എന്ന് പറഞ്ഞ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് ഫെസിലിറ്റി, ആ ഫെസിലിറ്റിയുടെ വാതിലുകൾ കംപ്ലീറ്റ് അടിച്ചു പൊട്ടിരിക്കുകയാണ്. ഡോർ എൻട്രൻസ് ഉണ്ടല്ലോ, അതായത് വാഹനങ്ങൾ കൊണ്ട് അണ്ടർഗ്രൗണ്ടിലേക്ക് കയറി പോകുന്ന ആ എൻട്രൻസ് ഏരിയ മൊത്തത്തിൽ അടിച്ച് അകത്തോട്ട് കയറി പോകാൻ പറ്റാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇറാൻ ആണെങ്കിൽ ഒരു അർത്ഥത്തിൽ ദേ ആർ സ്ട്രഗ്ലിംഗ് ടു ഡിപ്ലോയ് ദ മിസൈൽസ്. അവർക്ക് ഈ മിസൈൽ ലോഞ്ച് വെഹിക്കിൾ പുറത്തോട്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല. അതാണ് അവരുടെ ബുദ്ധിമുട്ട്. ഇതിന്റെ തോത് ഇച്ചിരി കുറയുന്നതും, അതുപോലെ അവർ വൈകുന്നേരങ്ങളിൽ ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് മാത്രം ബൾക്കായിട്ടുള്ള മിസൈൽ ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള ആക്രമണങ്ങളാണ് അവരിപ്പോൾ നടത്തുന്നത്. അതും തൊട്ടടുത്തിരിക്കുന്ന അയൽ രാജ്യങ്ങൾക്ക് മേലെ മാത്രമാണ് അവർക്ക് ഇപ്പം മിസൈലുകൾ വിട്ട് കളിക്കാൻ പറ്റുന്നത്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് നേരെ വൈകുന്നേരങ്ങളിൽ അവർ തുരിതര ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ട്രംപ് പറഞ്ഞിരിക്കുന്നത് അൺകണ്ടീഷണൽ സറണ്ടർ എന്നാണ്. അതായത് ഇനി നെഗോസിയേഷൻ ഒന്നുമില്ല, അൺകണ്ടീഷണൽ സറണ്ടറാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത്. അതുപോലെ ഈ ലീഡറിനെ സെലക്ഷൻ ചെയ്യാൻ എന്നെയും കൂടെ ഉൾപ്പെടുത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ മുജ്തബ ഖമനേയിയെ ഉൾപ്പെടുത്താൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ട്രംപ് എപ്പോഴും വ്യത്യസ്തമായ സ്റ്റേറ്റ്മെൻറ്റുകളാണ് പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വാണിംഗ് ആണ്, ഒരു മുന്നറിയിപ്പാണ് ഇറാൻ കൊടുത്തിരിക്കുന്നത്. ഒപ്പം മിഗാന്നും കൂടി പറഞ്ഞിട്ടുണ്ട്, മേക്ക് ഇറാൻ ഗ്രേറ്റ് അഗെയിൻ എന്ന് പറഞ്ഞിട്ട്. ഇറാനിൽ ഇപ്പോൾ തെഹ്റാനിലൊക്കെ ഇസ്രായേലിൻ്റെ ആക്രമണം കാണാൻ വേണ്ടിയിട്ട് വൻ ജനത്തിരക്കാണ്. അപ്പം മൊസാദ് തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്, ആക്രമണം കണ്ടോളൂ, പക്ഷേ ഇത്തിരി നീങ്ങി നിന്ന് ആസ്വദിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിലുള്ളൊരു വീഡിയോ ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അതായത് രാവിലെ ജനങ്ങൾ തടിച്ചുകൂടി നിൽക്കുകയാണ് ആക്രമണം നടക്കുന്ന സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി. പൊതുവിൽ ഇപ്പോൾ ഇറാൻ്റെ ഉള്ളിൽ ഇതൊരു സർവ്വസാധാരണമായിട്ടുള്ള വിഷയമായി മാറിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരെ ലെബനൻ്റെ സൈഡിൽ ബെയ്റൂത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പുതിയ ഏരിയകളിൽ ഇവാക്വേഷൻ ഓർഡർ പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. അതിനെ തുടർന്ന് വൻ ജനാവലി, അതുപോലെ നല്ല ട്രാഫിക് ഫീൽ ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് പുറത്തു പോകുന്ന ആൾക്കാർ. അതായത് സദൻ ലെബനാനിലാണ് ഈ പ്രശ്നം നടക്കുന്നുണ്ടെങ്കിൽ നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകാനാണ് ഇത്രയും തിരക്ക്. അപ്പോഴത്തേക്കും ലെബനാൻ ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റേഡിയം, ഗ്രൗണ്ട്, ഇതേപോലത്തെ ഏരിയകളൊക്കെ ഒഴിപ്പിച്ചിട്ട് അവിടെ ടെൻ്റ് അടിച്ചിട്ട് താമസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഈ പൊതുജനങ്ങളെ. കാരണം വേറെ മാർഗ്ഗമില്ല. അതായത് ഇപ്പോൾ ടെൻ്റ് അടിക്കുക, ഗാസയുടെ അവസ്ഥ അതേപടി ലെബനനിൽ റിഫ്ലക്റ്റ് ചെയ്യാണ്. ടെൻ്റ് അടിച്ച് ഇപ്പം താമസിക്കാൻ പോകുന്ന ആൾക്കാർ, അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വാഹനങ്ങളൊക്കെ ഉണ്ട്, ആൾക്കാർക്ക് വണ്ടിയൊക്കെ ഉണ്ട്, ഡ്രൈവ് ചെയ്താണ് പോകുന്നത്, പക്ഷെ താമസം ടെന്റിലാണെന്ന് മാത്രം. അതിനെ തുടർന്ന് ലെബനാന്റെ ഉള്ളിൽ താറുമാറായിട്ടുള്ള ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തുന്നത്. നവാഫ് സലീം, ലെബനന്റെ പ്രൈം മിനിസ്റ്റർ, പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് ഹെസ്ബുള്ള എത്രയും വേഗം നാടുവിടണം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇസ്രായേലിനെ തിരിച്ചടിക്കാനുള്ള കെൽപ്പുണ്ടാവണം, എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളോടൊപ്പം നിൽക്കാം. നിങ്ങൾക്ക് പാർലമെന്റിൽ മെമ്പർഷിപ്പും നിങ്ങൾക്ക് പാർലമെന്റിൽ സീറ്റും നിങ്ങൾ വിജയിച്ച് ഇവിടെ ലോ മേക്കേഴ്സ് ആയിട്ടുണ്ട് എന്ന് കരുതിയിട്ട് നിങ്ങളുടെ സംഘടനയെ കണ്ണും പൂട്ടി പിന്തുണയ്ക്കാൻ വയ്യ. നിങ്ങൾക്ക് അതിനുള്ള കഴിവില്ല. നിങ്ങൾ ഇസ്രായേലിനെതിരെ പൊരുതുന്നെങ്കിൽ ഇസ്രായേലിനെതിരെ നിങ്ങൾക്ക് യുദ്ധം ചെയ്ത് ഈ രാജ്യത്തിലുള്ള മറ്റുള്ള ജനങ്ങൾക്ക് ഒരു രീതിയിലുള്ള ഉപദ്രവം വരാത്ത രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റണം ആ വിഷയം. അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ നാട് വിടുക. നിങ്ങളുടെ രാജ്യം ഏതാണ്? ഇറാനിലേക്ക് മടങ്ങി പോകും. ഇവിടെ എന്തിനാണ് വന്ന് കിടക്കുന്നത് എന്നുള്ള ചോദ്യവുമായിട്ട് ലെബനാന്റെ പ്രൈം മിനിസ്റ്റർ നവാഫ് സലീം രംഗത്ത് വന്നിട്ടുണ്ട്. അതിലുപരിയായിട്ട് ലെബനന്റെ പ്രസിഡന്റ് ജോസഫ് ആവോൻ പറഞ്ഞിരിക്കുന്നത് സ്ഥിതിഗതികൾ ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ലെബനന്റെ ആർമിക്ക് ഒഫീഷ്യലി ഇസ്രായേലുമായിട്ട് ചേർന്ന് നിന്ന് ഹെസ്ബുള്ളക്കെതിരെ യുദ്ധം ചെയ്യേണ്ടി വരും എന്നുള്ള സ്റ്റേറ്റ്മെന്റും പറഞ്ഞിട്ടുണ്ട്. വളരെ വൈകാരികമായിട്ടുള്ള, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്. ഹെസ്ബുള്ളക്ക് ഒരു മെസ്സേജും കൂടിയാണ്. അതായത് ഡു ഓർ ഡൈ സിറ്റുവേഷൻ, അതാണ് ഹെസ്ബുള്ളക്ക് ഇപ്പം. മിനിറ്റ്മാൻ 3 എന്ന് പറഞ്ഞൊരു മിസൈൽ ഇറാൻ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലാണ് അവർ പരീക്ഷണം നടത്തിയിരിക്കുന്നത്. ഇതുവരെ അവരുടെ കയ്യിലുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വീര്യം കൂടിയ മിസൈൽ എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതുപോലെ ഇറാന്റെ കയ്യിൽ വിവിധ തരത്തിലുള്ള മിസൈലുകളുണ്ട്. അതെല്ലാം തന്നെ ഓൾറെഡി പരീക്ഷണം നടത്തിയ മിസൈലുകളാണ്. പുതുതായിട്ട് ഇറാൻ പരീക്ഷണം നടത്തിയ മിസൈൽ എന്ന് പറഞ്ഞാൽ ഈ മിനിറ്റ്മാൻ 3 എന്ന് പറഞ്ഞ ആ മിസൈലാണ്. ഖുറം ഷേഖർ എന്ന് പറഞ്ഞ മിസൈലുകളുണ്ട്, അതുപോലെ ഫത്ത മിസൈലുണ്ട്, അങ്ങനെ കുറേ മിസൈലുകളുണ്ട്. പക്ഷേ ഇറാന്റെ IRGC റെജീമിനെ എത്രയും വേഗം വരുത്തിയില്ല എങ്കിൽ, ആ റെജീമിനെ തകർത്തില്ല എങ്കിൽ ഇവരെ ലോകം നശിപ്പിക്കാൻ യാതൊരുവിധ മടിയുമില്ലാത്ത ആൾക്കാരാണ്. ഇവർ എത്ര വലിയ മിസൈലും
ഇവർ എത്ര വലിയ മിസൈലും ഏത് ജനങ്ങൾക്കിടയിലും അയക്കാൻ ഒരു മടിയുമില്ലാത്ത ആൾക്കാരാണ്. അതാണ് ഇപ്പോൾ നമുക്ക് നിലവിൽ കാണാൻ കഴിയുന്നത്. ഫോർ എക്സാമ്പിൾ, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് ഇവർ നടത്തുന്ന കണ്ണിച്ചോരയില്ലാത്ത ആക്രമണങ്ങൾ, അത് തന്നെയാണ് അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ ഈ കാണിക്കുന്ന മാപ്പ് ഉണ്ടല്ലോ, ഈ മാപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിനെ വിലയിരുത്തുന്നത്. രണ്ടുപേരും, അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുകയാണ്. അതേപോലെ തന്നെ രണ്ടുപേരും കാഷ്വാലിറ്റി വെറുതെ അങ്ങ് പറയുകയാണോ എന്നുള്ളത് നമുക്കറിയില്ല. പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത് 700-ലധികം അഫ്ഗാനികളെ ഞങ്ങൾ വധിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ അഫ്ഗാനിസ്ഥാൻ പറയുന്നത് 400-ലധികം പാകിസ്ഥാൻ മിലിറ്ററി ഉദ്യോഗസ്ഥരെ ഞങ്ങൾ വധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അഫ്ഗാനിസ്ഥാന്റെ സ്റ്റേറ്റ്മെന്റ്. അതുപോലെ നോർത്ത് കൊറിയ 5000 ടണ്ണിന്റെ ഒരു മിസൈൽ പരീക്ഷിച്ചിരിക്കുകയാണ് ഇന്നലെ. പുള്ളിക്കാരൻ പരീക്ഷണം മാത്രമേ ഉള്ളൂ, അത് പ്രയോഗിക്കത്തൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കും. ചൈനയ്ക്ക് ഒരു മിഡിൽ പൊസിഷൻ എടുക്കേണ്ട ഒരു സാഹചര്യം, ചൈനയ്ക്ക് മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ പല രാജ്യങ്ങൾക്കും മിഡിൽ പൊസിഷൻ എടുക്കേണ്ട സാഹചര്യമാണ്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ നിലപാട് എന്താണോ ആ നിലപാട് എടുക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് പല രാജ്യങ്ങളും. അതിന് പ്രത്യേക കാരണം എന്താണെന്ന് വെച്ചാൽ, ഇറാനെ മാത്രം ഇപ്പോൾ അമേരിക്കയാണ് ഇറാനെ ആക്രമിക്കുന്നത്, ഇസ്രായേലാണ് അമേരിക്ക ആക്രമിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇറാന് ഫുൾ സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരുന്ന ചൈന, ഇറാൻ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് മേളിൽ ആക്രമണം നടത്തിയതോടെ, പ്രത്യേകിച്ച് സൗദി അറേബ്യയ്ക്ക് മേളിലൊക്കെ ആക്രമണങ്ങൾ നടത്തി തുടങ്ങിയതോടെ ചൈനയ്ക്ക് ഒരു മിഡിൽ പൊസിഷൻ എടുക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായത്. കാരണം ചൈനയ്ക്ക് ഇറാനേക്കാളും കൂടുതൽ വ്യാപാര ബന്ധം സൗദി അറേബ്യയുമായിട്ട് നടത്തേണ്ടതുണ്ട്, കൂടുതൽ ബിസിനസ് ഉണ്ട്. അപ്പം ഇറാനെ മാത്രം സപ്പോർട്ട് ചെയ്തുകൊണ്ട് സൗദി അറേബ്യയെ ഒതുക്കി നിർത്താൻ പറ്റില്ല. സൗദി അറേബ്യ മാത്രമല്ല, മിഡിൽ ഈസ്റ്റിലുള്ള മറ്റ് പല രാജ്യങ്ങളുമായിട്ടും ചൈനയ്ക്ക് നല്ല രീതിയിലുള്ള ബന്ധമുണ്ട്, വ്യാപാര ബന്ധം. ഫ്യൂച്ചറിൽ ചൈന ഇറാനെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു വീഴ്ച സംഭവിക്കാൻ പാടില്ല എന്നുള്ള വിഷയത്തിൽ ചൈനയ്ക്ക് ഇപ്പോൾ ഒരു അങ്കലാപ്പ് ചെറിയ രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് അവർ വളരെ സെൻസിറ്റീവായിട്ട് തന്നെ ഈ വിഷയത്തിൽ നിന്ന് മാറി നിൽക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത്രയും നാളും ഇറാനിന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ചൈന ഇപ്പം ശരിക്കും സ്റ്റേറ്റ്മെൻറ്റുകളിൽ മാത്രമായിട്ട് ഒതുങ്ങുകയാണ്. അവരും ഇന്ത്യയുടെ അതേ ഒരു മിഡിൽ പൊസിഷൻ എടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇറാൻ ചെയ്ത മിസ്റ്റേക്ക്, ഇറാൻ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ ആക്രമിക്കുമ്പോൾ ഇത്തരത്തിൽ പല രാജ്യങ്ങളും അവരെ മാറ്റി നിർത്തും എന്നുള്ള വിഷയം അവർ മറന്നുപോയി. അവർക്ക് ആവേശത്തിൽ ഈ ഡിപ്ലോമാറ്റിക് ചാനൽ എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്തയില്ലാതെ പോയി. അതുകൊണ്ടാണ് അവർ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് നേരെ തിരിഞ്ഞത്. അതിപ്പം ഇറാന് തന്നെ ഒരു തിരിച്ചടിയായി മാറിയിട്ടുണ്ട് ഡിപ്ലോമാറ്റിക്കലി. പക്ഷേ അതേസമയം ഇന്ത്യക്കുള്ളിൽ പലരും ഇറാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള റാലികളും അതിനെ സപ്പോർട്ട് ചെയ്തുള്ള സമരങ്ങളും അവിടെ ഇവിടേക്ക് ആയിട്ട് പ്ലഗാർഡുകളുമായിട്ടൊക്കെ ഇറങ്ങുകയാണ്. എന്തിനാണെന്ന് നമുക്കറിയില്ല. അതുപോലെ മിഡിൽ ഈസ്റ്റിൽ ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ ഏറ്റവും കൂടുതൽ ആക്രമണം ഏറ്റുവാങ്ങിയിരിക്കുന്നത് കുവൈറ്റിലെ US-ൻ്റെ ബേസാണ്. അതിൽ റഡാർ തൊട്ട് പല സംവിധാനങ്ങളും അവിടെ തകർന്നിട്ടുണ്ട്. അതാണ് US-ന് ഉണ്ടായ ഏറ്റവും വലിയ തിരിച്ചടി ഇറാൻ്റെ പക്കൽ നിന്നും. മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഇറാൻ്റെ ആക്രമണങ്ങൾ നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നോക്കാവുന്നതാണ്. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.